ഹംഗറി ഓപ്റ്റ് ചെയ്യുന്നവർക്കുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ബെനിഫിറ്റ്സ് ആയിട്ടുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഹംഗറിയിൽ മോർ ദാൻ 10 years ഓഫ് അക്കാഡമിക് ഗ്യാപ്പ് ആക്സെപ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഹംഗറിയിൽ നമ്മുടെ 12th കഴിഞ്ഞിട്ടുള്ള അപ് ടു 1 or 2 years വരെ ഗ്യാപ്പ് ഹംഗറിയിൽ ഡിഗ്രി പ്രോഗ്രാമിന് ആക്സെപ്റ്റഡ് ആണ്. ഹംഗറിയിൽ നമ്മളുടെ വർക്ക് ഗ്യാപ്പ് ഈവൻ വിത്തൗട്ട് വർക്ക് എക്സ്പീരിയൻസ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആഫ്റ്റർ ഡിഗ്രി പ്രോഗ്രാംസ്. സ്റ്റേ ബാക്ക് അപ് ടു 9 months അവൈലബിൾ ആണ്. നമുക്ക് അതിന് ശേഷം ഒരു വർക്ക് വിസ കണ്ടുപിടിച്ച് നമുക്ക് അവിടെ തന്നെ സ്റ്റേ ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു യൂറോപ്യൻ യൂണിയനിൽ പോയി നമ്മുടെ വർക്ക് കണ്ടുപിടിക്കാൻ പോസിബിലിറ്റി ഉണ്ട്. കാരണം ഹംഗറി ഒരു ഷെങ്കൻ നേഷൻ ആയതുകൊണ്ട്. ഹംഗറിയിൽ സ്കോളർഷിപ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വിത്തൗട്ട് IELTS ആക്സെപ്റ്റ് ചെയ്യും ഹംഗറിയിൽ. മറ്റൊരു ഗുണം എന്തെന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ പല സ്റ്റുഡൻസും ഇപ്പോൾ ഡിഗ്രി ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നീട് അവർ മറ്റേതെങ്കിലും ഒരു പ്രോഗ്രാമിൽ എൻറോൾ ചെയ്ത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് വരുന്ന സ്റ്റുഡൻസ് വരാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമിൻ്റെ കീഴിലായിരിക്കും വരിക. അങ്ങനെ വരുന്ന സ്റ്റുഡൻസിനും ഹംഗറി അപ്ലൈ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഹംഗറിയിലെ മെയിൻ ഇൻടേക്ക് വരുന്നത് ഫെബ്രുവരി അതുപോലെ തന്നെ സെപ്റ്റംബർ ഇൻടേക്ക് ആണ്. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഇൻടേക്കും കൂടി ഉണ്ടാവാറുണ്ട്. പിന്നെ ഹംഗറിയിൽ വരുന്ന മെയിൻ കോഴ്സസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള, IT റിലേറ്റഡ് ആയിട്ടുള്ള, ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ വരാറുണ്ട്. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ കോഴ്സസ് ഹംഗറിയിൽ അവൈലബിൾ ആണ്. അതുപോലെ ബാങ്കിങ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസും ഹംഗറിയിൽ അവൈലബിൾ ആണ്. നമ്മൾ നോർമലി ഹംഗറി ചെയ്യുമ്പോൾ ഹംഗറിയിൽ നമ്മുടെ ലിവിങ് എക്സ്പെൻസസ് ഏകദേശം കാണിക്കേണ്ടത് 8 to 9 lakhs ഉള്ളിലാണ്. 2 months നമ്മൾ വാലിഡിറ്റി കാണിക്കണം. അത് നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ അക്കൗണ്ടിൽ കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഡിപ്പെൻഡിങ് ഓൺ ദ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് എത്ര എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത് യൂണിവേഴ്സിറ്റിയാണ് ഡിസൈഡ് ചെയ്യണത്. അതിനനുസരിച്ച് മെയിൻലി 50% ആൻഡ് എബോവ് ഫീ പേയ്മെൻറ്റ് വരാൻ പോസിബിലിറ്റി ഉണ്ട്. ഫസ്റ്റ് ഇയറിൽ മാത്രം ട്യൂഷൻ ഫീസ്, ഇപ്പോൾ 18 months പ്രോഗ്രാം ആണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ മാത്രം ട്യൂഷൻ ഫീസ് അടച്ചിട്ട് പോവുക, ബാക്കിയുള്ള ട്യൂഷൻ ഫീസ് അവിടെ നിന്ന് പേ ചെയ്യുക. അതുപോലെ തന്നെ ഡിഗ്രി പ്രോഗ്രാം ആണെങ്കിലും ഡിപ്പെൻഡിങ് ഓൺ ദ യൂണിവേഴ്സിറ്റിയാണ് നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് സ്ട്രക്ചർ വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹംഗറിയിൽ വളരെ കുറവ് ഫീസാണ് മറ്റുള്ള യൂറോപ്യൻ കൺട്രീസ് വെച്ച് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഹംഗറിയിൽ വൺ ഓഫ് ദ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹംഗറിയിൽ BSc നഴ്സിംഗ് പ്രോഗ്രാം അവൈലബിൾ ആണ്. പല യൂറോപ്യൻ കൺട്രീസിലും BSc നഴ്സിംഗ് കോഴ്സസ് അവൈലബിൾ ആവാറില്ല. വിത്തൗട്ട് IELTSും വിത്ത് IELTSും നമുക്ക് BSc നഴ്സിംഗിന് അവിടെ അപ്ലൈ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അവിടെ BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ രജിസ്ട്രേഷൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പഠിച്ച ഒരു സ്റ്റുഡൻറ്റിന് പിന്നീട് മറ്റുള്ള ഏതെങ്കിലും ഒരു യൂറോപ്യൻ യൂണിയനിൽ പോയി അവിടെ വർക്ക് കണ്ടുപിടിച്ച് അവിടെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അവരുടെ രജിസ്ട്രേഷൻ ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം മതി. അവർക്ക് പുതിയൊരു രജിസ്ട്രേഷൻ ഈ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുമ്പോൾ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. 3 years ആണ് നഴ്സിംഗ് പ്രോഗ്രാം അവിടുത്തെ. അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള, നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ ബാംഗ്ലൂരൊക്കെ പോയി പഠിക്കാൻ കൺസിഡർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒരു പക്ഷേ ഇത് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ നാട്ടിലെ എക്സ്പെൻസസ് വെച്ച് നോക്കുമ്പോൾ അവർക്ക് അവിടുത്തെ ഫീസും വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ പുറത്തൊരു നാട്ടിൽ എക്സ്പോഷർ കിട്ടുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ടെക്നിക്സും അല്ലെങ്കിൽ കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവാനും നമുക്ക് ഹംഗറിയിൽ നഴ്സിംഗ് ചൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുകയാണ്. ഹംഗറിയിലെ മെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഏതെല്ലാം ആണെന്ന് നമുക്കൊന്ന് നോക്കാം. ബേസിക്കലി എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്, പാസ്പോർട്ട്, നിങ്ങളുടെ CV, അതേപോലെ വർക്ക് ഉണ്ടെങ്കിൽ വർക്ക് എക്സ്പീരിയൻസിന്റെ ലെറ്റർ, മോട്ടിവേഷൻ ലെറ്റർ, അതുപോലെ നിങ്ങളുടെ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ്, ഫീസ് പേ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് തുടങ്ങിയ ഡോക്യുമെന്റ്സ് ആണ് മെയിനായിട്ട് വരിക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൂഫ് ഓഫ് സ്റ്റേ, ഫ്ലൈറ്റ് ടിക്കറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ബിഫോർ വിസ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യം വരും. ഈ എല്ലാ ഡോക്യുമെന്റ്സോടും കൂടി ചേർത്തിട്ടാണ് നമുക്ക് വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുക. ഹംഗറിയിലേക്ക് വിസ പ്രൊസീജിയേഴ്സ് വളരെ സിമ്പിളാണ്. നമ്മുടെ ഈ ഡോക്യുമെന്റ്സ് എല്ലാം കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്നും വിസ ടൈമിലും ഇന്റർവ്യൂ ഉണ്ടാവും. കേരളത്തിൽ നമുക്ക് കറൻ്റ്ലി ഹംഗറിയൻ വിസ അപ്ലൈ ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല. നമുക്ക് ചെന്നൈയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഡൽഹിയിലാണ് നമുക്ക് മെയിനായിട്ടും വിസ ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉള്ളത്. വളരെ സ്റ്റുഡൻസിന് വളരെ വെൽക്കമിങ് ആയിട്ടൊരു കൺട്രിയാണ് ഹംഗറി. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹംഗറിയിൽ ഈ നമുക്കിപ്പോൾ മന്ത്ലി പാസ് എടുത്ത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നത് വളരെ ചീപ്പാണ്.
അതിൽ തന്നെ സ്റ്റുഡൻസിന് വളരെയധികം കൺസിഡറേഷൻ അവിടെയും കൊടുക്കുന്നുണ്ട്. അതേപോലെ സ്റ്റുഡൻസിന് പർച്ചേസ് കാര്യങ്ങൾക്കൊക്കെ അവിടെ സ്റ്റുഡൻസിന് പ്രത്യേക ഡിസ്കൗണ്ടുകൾ ഈ രാജ്യം കൊടുക്കുന്നുണ്ട്. ഫുഡ് വൈസ് അല്ലെങ്കിൽ അക്കോമഡേഷൻ വൈസ് എല്ലാം വളരെ ചീപ്പായൊരു കൺട്രിയാണ് ഹംഗറി. അതുപോലെ തന്നെ ഹംഗറിയിൽ സ്റ്റുഡൻസ് കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് സിംഗിൾ അക്കോമഡേഷൻ കിട്ടാൻ ഇച്ചിരി പാടാണ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വളരെ കുറവാണ് അവിടെ ഡയറക്റ്റ് അക്കോമഡേഷൻ കിട്ടാനുള്ള പോസിബിലിറ്റീസ്. അതുകൊണ്ട് തന്നെ ഒന്നല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അക്കോമഡേഷൻ ചൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഷെയറിംഗ് ആയിട്ടുള്ള അക്കോമഡേഷൻ എടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. കോമൺ ആയിട്ടും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വളരെ പുതിയതായിട്ടാണ് ഹംഗറി എന്ന് പറഞ്ഞ രാജ്യത്ത് വരാൻ തുടങ്ങിയിട്ടുള്ളൂ. അധികം ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ അവർ കണ്ട് ശീലിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഹംഗറിയിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ അക്കോമഡേഷൻ ഇച്ചിരി ടഫായിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. അതുകൊണ്ട് ഹംഗറി എന്ന് പറഞ്ഞൊരു രാജ്യം ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള, അഫോർഡബിൾ ആയിട്ടുള്ള, വലിയ എക്സ്പെൻസ് ഇല്ലാത്തൊരു രാജ്യം ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള ഒരു സ്റ്റുഡൻ്റാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ വിസ അസിസ്റ്റൻസും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ടുള്ള കോഴ്സ്, നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള ഫ്യൂച്ചർ, നിങ്ങൾ ഏത് കരിയറിലേക്ക് ചൂസ് ചെയ്യണം എന്ന് തീരുമാനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് കാര്യങ്ങൾ എടുത്തു തരാനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്മളുടെ അസസ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.